ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ പൊന്നൂസ് ചെണ്ടയൊക്കെ തൂക്കിയിട്ട് പോണ കണ്ടിട്ട് പൊന്നൂസ് മേളത്തിന് പോകണമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. പൊന്നൂസ് അല്ല പോണത് കേട്ടോ, മോനേട്ടനാണേ. അപ്പോൾ എന്തായാലും 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മോനേട്ടൻ ഇതാ മേളത്തിനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നവരാത്രിയായിട്ട് നമ്മുടെ തൊട്ടടുത്ത ചീർമ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പൂജയുണ്ട്. അപ്പോൾ എന്തായാലും മേളം തുടങ്ങി വെക്കാലോ എന്ന് വെച്ചിട്ട് മോനേട്ടൻ ഇറങ്ങിയതാണേ. എല്ലാവരും ചെണ്ട ഇടതുവശത്തല്ലേ തൂക്കാറ്, ഇതാ പൊന്നൂസ് വലതുവശത്ത് ചെണ്ടയും തൂക്കി പോണതുകൊണ്ട് ഞാനും മോനേട്ടനും കൂടെ ഒരേ ചിരിയായിരുന്നു. അങ്ങനെ 8 മാസത്തോളം ആയിട്ടുള്ള ഞങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും പ്രാർത്ഥനകളും എല്ലാം ദൈവം കേട്ട ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു ദിവസം കൂടിയാണ്. ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം, മോനേട്ടൻ ചെണ്ട തോളിലിട്ടിട്ട് ഇങ്ങനെ എല്ലാവരുടെയും കൂടെ നിന്ന് കൊട്ടുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു ഞങ്ങൾ. അങ്ങനെ ആദ്യത്തെ ഒരു മേളമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദീപാരാധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പൊന്നൂസും ഇവിടെ ഇരുന്നത് പൂക്കളൊക്കെ ഇറുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ മോനേട്ടൻ എന്താ വന്നിട്ട് ചിരാതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളൊക്കെ അങ്ങനെ ഒന്നിനും വയ്യാണ്ട് ഇങ്ങനെ കിടന്ന ഒരു അവസ്ഥയിലുള്ള മനുഷ്യരുടെ വിഷമം എന്ന് പറഞ്ഞാൽ അവർക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഞങ്ങളിന്ന് നേരിട്ട് കണ്ടു. മോനേട്ടൻ എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചിരാതൊക്കെ വെച്ച് എല്ലാം കത്തിച്ചു. അപ്പോൾ അങ്ങനെ ദീപാരാധന എല്ലാം കഴിഞ്ഞു. പിന്നെ പ്രസാദ വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രസാദമൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം ഇവിടെ തന്നെയായിരുന്നു. ഉപ്മാവും ചട്നിയും പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ മോനേട്ടൻ ചെണ്ടയും തൂക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ചെണ്ടൻ്റെ വെയിറ്റ് താങ്ങുമോ പിന്നെ ഓർമ്മയിൽ ഉണ്ടാവുമോ എന്നൊക്കെ. ഭഗവാൻ വേണ്ടി വെച്ചിട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല കേട്ടോ.